بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. ഒരു നവജാത ശിശുവിനോട് ഇസ്ലാമികമായിട്ട് നാം പാലിക്കേണ്ടുന്ന മര്യാദകൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മര്യാദകൾ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടതുണ്ട് എന്നത് സ്വാഭാവികമായും നമുക്കിടയിൽ ധാരാളം ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ് നവജാത ശിശുവിൻ്റെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നതിൻ്റെ വിധിയെന്ത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം എന്തു പറയുന്നു എന്നത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് നവജാത ശിശുവിൻ്റെ വലത്തെ ചെവിയിൽ ബാങ്ക് വിളിക്കുകയും ഇടത് ചെവിയിൽ ഇഖാമത്ത് വിളിക്കപ്പെടുകയും ചെയ്യണം എന്നതാണ്. എന്നാൽ ആ അഭിപ്രായം പറയുന്ന പണ്ഡിതന്മാർ അവർ ഉദ്ധരിക്കുന്ന ഹദീസുകളൊന്നും തന്നെ അവിഷയകമായി പ്രബലതയില്ല എന്നതാണ് അത് സംബന്ധമായി നിരൂപണം നടത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും 3 ഹദീസുകളാണ് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടാറുള്ളത്. ഒന്ന് അബൂ റാഫിഇൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദന ഫീ ഉദുനിൽ ഹസൻ ഇബ്നു അലി ഹീന വലദത്തുഹു ഫാത്തിമ. ഹസൻ ഇബ്നു അലിയുടെ ചെവിയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ച വേളയിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടാണ് ഒന്നാമത്തേത്. എന്നാൽ ഈ ഹദീസ് സഹീഹായ ഹദീസ് അല്ല. കാരണം ഇത് ദുർബലമാണ്. ഇതിന്റെ പരമ്പരയിലുള്ള ആസിം ഇബ്നു ഉബൈദില്ല എന്ന് പറയുന്ന വ്യക്തി
ഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ദുർബലനായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ദുർബലമാണ് എന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് നിരൂപണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ധരിക്കപ്പെടാറുള്ള രണ്ടാമത്തെ സംഭവം ഹസൻ ഇബ്നു അലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുകയും എന്നിട്ട് അതിന്റെ വലത് കാതിൽ ബാങ്ക് വിളിക്കുകയും ഇടത് കാതിൽ ഇഖാമത്ത് വിളിക്കപ്പെടുകയും ചെയ്താൽ ലം തദുറഹു ഉമ്മുസ്ബിയാൻ എന്ന പിശാചിന്റെ ശല്യം അതിനെ ഉപദ്രവം ബാധിക്കുകയില്ല എന്ന് പറയുന്ന റിപ്പോർട്ടാണ് രണ്ടാമത്തത്. അതിനെ സംബന്ധിച്ചും പണ്ഡിതന്മാർ പറയുന്നത് ഫഹുവ ഹദീസുൻ ലഈഫുൻ ജിദ്ദൻ. ആദ്യം പറഞ്ഞ ഹദീസിനേക്കാളും ദുർബലത കൂടിയ, വളരെയധികം ദുർബലമായ ഒരു ഹദീസാണത്. കാരണം അതിൽ ജബ്ബാറത്ത് ബിനുൽ മുഫ്ലിസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് വളരെയേറെ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന രണ്ടാമത്തെ സംഭവവും ഈ വിഷയകമായി തെളിവിന് പര്യാപ്തമല്ല. ഇനി മൂന്നാമതായി ഉദ്ധരിക്കപ്പെടാറുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അന്നനബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഇബ്നു അലിയുടെ ചെവിയിൽ ബാങ്ക് വിളിച്ചു. അങ്ങനെ വലത്തെ ചെവിയിൽ ബാങ്ക് വിളിക്കുകയും ഇടത് ചെവിയിൽ ഇഖാമത്ത് വിളിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് മൂന്നാമത്തേത്. എന്നാൽ അതിന്റെയും സനദ് ദുർബലമാണ്. അതിലും മുഹമ്മദ് ബിൻ യൂനുസുൽ കുദൈമി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹം ദുർബലനാണ്. മാത്രമല്ല വേറെയും ആക്ഷേപത്തിന് വിധേയരായ വ്യക്തികൾ ആ പരമ്പരയിൽ ഉള്ളതിനാൽ ഈ റിപ്പോർട്ടും സഹീഹല്ല എന്നതാണ് പണ്ഡിത ലോകം ഈ വിഷയത്തെ സംബന്ധിച്ച് പരിശോധിച്ചറിഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇക്കാരണങ്ങളാൽ ഫലാ യുസന്നുൽ അദാനു വലൽ ഇഖാമ, അതായത് നവജാത ശിശുവിന്റെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുക എന്നുള്ളതിന് തെളിവുകൾ സഹിഹായി വന്നിട്ടില്ലാത്തതിനാൽ അതൊരു പ്രത്യേകമായ സുന്നത്താണെന്ന് അഭിപ്രായപ്പെടാൻ വകുപ്പില്ല. കാരണം ആ വിഷയകമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഒന്നും തന്നെ സഹീഹിന്റെ പദവിയിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ നവജാത ശിശുവിന്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായത്തിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന വീക്ഷണമാണ്. ഈ വീക്ഷണമായിരുന്നു മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്കും എന്നുകൂടി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതാണ്. അങ്ങനെ ബാങ്ക് വിളിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്തതിനാൽ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സുന്നത്ത് ഇല്ല എന്നർത്ഥം. അല്ലാഹു അഅലം. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് രണ്ടാമത്തെ വിഷയം, ഈ നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള മധുരം തൊട്ടുകൊടുക്കലാണ്. അതിന് അറബിയിൽ തഹ്നീക്ക് എന്നാണ് പറയപ്പെടുക. തഹ്നീക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ നവജാത ശിശുവിന്റെ വായിൽ ഈ കാരക്കയോ അതല്ലെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള വസ്തുവോ പുരട്ടിക്കൊടുക്കുന്ന സമ്പ്രദായത്തിനാണ് തഹ്നീക്ക് എന്ന് പറയുക. അതായത് കാരക്ക പോലെയുള്ള വസ്തുക്കളൊക്കെ ചവച്ച് ഒരു പരുവത്തിലാക്കി എന്നിട്ട് അത് വായിൽ നിന്നെടുത്ത് നവജാത ശിശുവിന്റെ വായിൽ അതിന്റെ അണ്ണാക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ തേച്ചു കൊടുത്ത് വായിൽ ഇങ്ങനെ ആ മധുരം നുണയിക്കുന്ന മധുരം തൊട്ടുകൊടുക്കുക എന്ന് പറയുന്ന സമ്പ്രദായം. ഇതിനെ സംബന്ധിച്ച് എന്താണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഇതാണ് നമ്മൾ രണ്ടാമതായി ഗ്രഹിക്കേണ്ടുന്ന വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു സംഗതി തന്നെയാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ധാരാളം സ്വഹാബിമാർ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് നവജാത ശിശുവിനെയുമായി വന്ന സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് മഹാനായ അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഉലിദ ലി ഗുലാമുൻ ഫഅതൈതു ബിഹി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കൊരു കുഞ്ഞുണ്ടായി, ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോവുകയും ഫസമ്മാഹു ഇബ്രാഹിം,
ആ കുഞ്ഞിന് പ്രവാചകൻ ഇബ്രാഹിം എന്ന് പേര് വിളിച്ചു. ഫഹന്നകഹു ബിതംറത്തിൻ വദആലഹു ബിൽ ബറകതി വദഫഅഹു ഇലയ്യ. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാരക്ക എടുത്ത് ആ കാരക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചവച്ച് ആ കുഞ്ഞിന്റെ വായിൽ അത് വെച്ചുകൊടുത്തു, അഥവാ മധുരം തൊടുവിച്ചു കൊടുത്തു കാരക്ക കൊണ്ട്. ആ കുഞ്ഞിന്റെ പുരോഗതിക്ക് വേണ്ടി, ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ബറക്കത്തിന് വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും വദഫഅഹു ഇലയ്യ, ശേഷം കുഞ്ഞിനെ എന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തു. ഇത് മഹാനായ അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുകയാണ്. അതുപോലെ തന്നെ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്നഹാ ഹമലത്ത് ബി അബ്ദുല്ലാഹി ബിൻ സുബൈർ ബി മക്ക. അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരെ അവർ ഗർഭം ധരിച്ചു കൊണ്ടിരിക്കെ ബിമക്ക, മക്കയിൽ വെച്ച് അബ്ദുള്ളയെ ഗർഭം ധരിച്ച് അങ്ങനെ പ്രസവിച്ചപ്പോൾ ലമ്മ അത്തത്ത് ബിഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ കൈക്കുഞ്ഞിനെയുമായി ചെന്നു. ഫവളഅതുഹു ഫീ ഹിജ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മടിയിൽ ഞാൻ ആ കുഞ്ഞിനെ വെച്ചുകൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാരക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും എന്നിട്ടത് വായിലിട്ട് അവിടുത്തെ ഉമിനീരുമായി നന്നായി ചവച്ചരച്ച് സുമ്മത്തഫല ഫീഹി, കുഞ്ഞിന്റെ വായിലേക്കത് തേച്ചുകൊടുത്ത് തുപ്പിക്കൊടുത്ത് ഫകാന അവ്വലു ശൈഇൻ ദഖല ജൗഫഹു, ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഒന്നാമത്തെ വസ്തു റീഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമിനീരായിരുന്നു. സുമ്മ ദഅ ലഹു ബിൽ ബറക, പിന്നീട് ആ കുഞ്ഞിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി, കുഞ്ഞിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുമുണ്ടായി. ഇത് രണ്ടാമത്തെ സംഭവം. ധാരാളം സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം കുഞ്ഞിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാനും കാരക്ക, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് അനസിന്റെ ഒരു സഹോദരനായ, അഥവാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനെയും കൊണ്ടി ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് പോകാൻ വേണ്ടി ഏൽപ്പിച്ചത് അനസ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അങ്ങനെ അനസ് റളിയല്ലാഹു തആല അൻഹു ഈ കുഞ്ഞിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് പോയപ്പോൾ ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹ അനസിന്റെ കയ്യിൽ ഏതാനും കാരക്കകളും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ വാങ്ങി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ, കാരക്ക കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാരക്ക അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിലിട്ട് ചവച്ച് ഫജഅലഹാ ഫീ ഫമിസ് സബിയ്യി, ആ കുഞ്ഞിന്റെ വായിലേക്ക് അത് വെച്ച് അതുകൊണ്ട് മധുരം പുരട്ടിക്കൊടുത്തു. വസമ്മാഹു അബ്ദുല്ലാഹ് എന്ന കുഞ്ഞിന് നാമകരണം നടത്തുകയും ചെയ്തു. ഇത് മൂന്നാമത്തെ സംഭവം. തീർന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ മൊത്തത്തിൽ പറയുന്നുണ്ട്, കാന യുഅതാ ബിസ്സിബിയാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് നവജാത ശിശുക്കളെ കൊണ്ടുവരപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് മധുരം തൊട്ടുകൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഉമ്മ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ എന്തായിരുന്നാലും ഇതൊരു സുന്നത്താണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നവജാത ശിശുവിന്റെ വായിൽ ഇങ്ങനെ മധുരം തൊട്ടുകൊടുക്കൽ. എന്നാൽ ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, ഈ വിഷയത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാത്രം പ്രത്യേകതയാണോ അല്ലേ എന്നതാണ് പണ്ഡിത ലോകത്തുള്ള ചർച്ച. അതായത് ഇങ്ങനെ മധുരം തൊട്ടുകൊടുക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകതയാണെങ്കിൽ പ്രവാചകന്റെ ശേഷം ആ രൂപത്തിൽ അതൊരാൾക്കുമില്ലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് സഹാബിമാര് കുട്ടികളെയും കൊണ്ട് പോയത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വായയിൽ കാരക്ക വെച്ച് ചവച്ച് അവിടുത്തെ ഉമിനീരുമായി കലർന്ന് ആ ഉമിനീര് ആദ്യമായി കുഞ്ഞിന്റെ വായയിലും വയറ്റിലും എത്തണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത്. അഥവാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയുള്ള ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ വേണ്ടി തന്നെയായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത്
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാത്രം പ്രത്യേകതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമിനീരിന് പ്രത്യേകതയുണ്ട്. അത് ലോകത്ത് മറ്റൊരാളുടെ ഉമിനീരിനും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾക്ക് പ്രത്യേകതയുണ്ട്. അവിടുത്തെ മുടിക്ക് പ്രത്യേകതയുണ്ട്. അവിടുന്ന് ഉളുവെടുത്ത വെള്ളത്തിന് വേണ്ടി സഹാബിമാർ തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമിനീര് ബറക്കത്തുള്ളതാണ്. അതൊക്കെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്ത് മറ്റൊരാൾക്കും അതില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉളുവെടുക്കുമ്പോ അനുയായികൾ ആരും തന്നെ ആ ഉളുവിന്റെ വെള്ളത്തിന് വേണ്ടി തിരക്ക് കൂട്ടിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കുട്ടികളെ കൊണ്ടുപോയി അദ്ദേഹം വായയിൽ വെച്ച് ആ ഉമിനീര് കൊണ്ട് ചവച്ചരച്ച കാരക്ക നവജാത ശിശുവിന്റെ വായിൽ വെച്ചുകൊടുത്ത സംഭവങ്ങളില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ പ്രത്യേകത ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരുന്നു സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കാരക്കയുമായി കുട്ടികളെ കൊണ്ടുപോയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായയിൽ അവിടുത്തെ ഉമിനീരുമായി നന്നായി ചാലിച്ച് ചവച്ചരച്ച് ആ ഉമിനീരുമായി നന്നായി കലർന്ന കാരക്കയാണ് നവജാത ശിശുവിന്റെ വായിൽ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിന്റെ ആമാശയത്തിലേക്ക് വയറ്റിലേക്ക് ആദ്യമായി ഇറങ്ങുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമിനീരാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സഹാബിമാര് പോയിട്ടുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായി ഒരാളുടെ അടുക്കലേക്ക് നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി പോകേണ്ടതില്ല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി ആ ഒരു പ്രത്യേകതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേത് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ ഒരാളെ അതിനു വേണ്ടി പ്രത്യേകമായി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതില്ല. ആർക്കും അത് നിർവഹിക്കാവുന്നതാണ് എന്നതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ഇന്ന് നമ്മൾ ഒരാളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി ആ വ്യക്തിയുടെ ഉമിനീര് കൊണ്ട് കലർത്തി കുട്ടിയുടെ വായിൽ വെച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമിനീരിന്റെ പ്രത്യേകത ലോകത്ത് ഒരു വ്യക്തിയുടെ ഉമിനീരിനും ഇല്ല. ഏതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ പ്രത്യേകത ലോകത്തൊരാളുടെ മുടിക്കുമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് തടവുന്ന പ്രത്യേകത ലോകത്തൊരാളുടെ കൈ കൊണ്ട് തടവിയാലും ഇല്ല. അതിന് അങ്ങനെ തന്നെയാണ് സഹാബത്ത് വിശ്വസിച്ചത്. നിങ്ങൾ നോക്കൂ, നമുക്ക് സുപരിചിതമായ ഒരു സംഭവമാണല്ലോ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവിടുത്തെ എല്ലാ ദിവസത്തെയും അവിടുത്തെ പതിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊരിക്കൽ അതെപ്പോഴാ? നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നതാണല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഊതുകയും പിന്നീട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അതോതിയിട്ട് ആ രണ്ട് കൈകളും കൊണ്ട് തലയിലും ശരീരത്തിന്റെ കയ്യെത്താവുന്ന എല്ലാ ഭാഗങ്ങളിലും തടവണം. ഇങ്ങനെ 3 തവണ ആവർത്തിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടത്. ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടുന്ന ഒരു മര്യാദയാണ്. നമ്മളത് ചെയ്യാറുണ്ടോ ഇല്ലേ എന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. ഉറങ്ങുന്നതിന്റെ മുമ്പ് ഇഖ്ലാസും മുഅവദത്തൈനിയും അവിടുന്ന് കൈകൾ കൂട്ടിപ്പിടിച്ച് ഊതുകയും ഓതുകയും ആ കൈകൾ കൊണ്ട് തലയിലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തടവിയിട്ടുണ്ട്. 3 തവണ അത് പ്രവാചകൻ ആവർത്തിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുടക്കം വരുത്തിയിട്ടില്ല. നമ്മളോ വേണമെങ്കിൽ ഒരു ദിവസം പോലും ചെയ്തിട്ടുമുണ്ടാവില്ല. നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റലും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ശബ്ദം ശ്രവിക്കുന്നവർ, നമ്മളൊക്കെ അത് ചെയ്യാറുണ്ടോ? അത് ചെയ്യേണ്ടതല്ലേ? എന്നിട്ട് നമ്മളത് നിർവഹിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പോലും അത് ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെ അനാരോഗ്യം ബാധിച്ച് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുവാൻ പോലും കഴിയാത്തത്ര അവശനായ രാത്രിയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് മുടക്കം വരുത്തിയില്ല. എന്താ പകരം ചെയ്തത്? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് അല്ലാഹുവിന്റെ റസൂലിന് പകരം
അന്നത്തെ രാത്രിയിൽ ഈ 3 അധ്യായങ്ങളും 3 തവണ പാരായണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ആ കാര്യം നിർവഹിച്ചു കൊടുത്തത്. അവിടെയാണ് നിങ്ങൾ ഈ വിഷയം ചിന്തിക്കാനാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ഓതിയത് മഹതിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ തടവിയത് ആരുടെ കൈ കൊണ്ടാ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൈകൾ കൊണ്ടായിരുന്നില്ല. തടവിയത് ആരുടെ കൈ കൊണ്ട് തന്നെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തടവി കൊടുത്തത്. അതിനവിടെ കാരണം പറഞ്ഞത് എന്താ? അവിടെ കാരണം പറഞ്ഞത് റജാ ബറക്കത്തിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈയുടെ ബറക്കത്തിന്റെ പ്രതീക്ഷയുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കൊണ്ട് തടവുന്ന ബറക്കത്ത് മറ്റൊരാളുടെ കൈ കൊണ്ട് തടവിയാൽ അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൈ കൊണ്ട് തടവിയാൽ പോലും ഇല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഈ കാര്യം നിർവഹിച്ചു കൊടുത്ത വേളയിൽ തടവൽ അള്ളാന്റെ റസൂലിന്റെ കൈ കൊണ്ട് തന്നെയാണ് അവിടുത്തെ ശരീരത്തിൽ എന്ത് ചെയ്തത്? തടവിക്കൊടുത്തത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകത ലോകത്തൊരാൾക്കും ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് അവരുടെ കുട്ടികളെ, നവജാത ശിശുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് മധുരം തൊട്ടുകൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയത് അവിടുത്തെ ഉമിനീരിന്റെ ബറക്കത്ത് കിട്ടാനാണ്. അവിടുത്തെ ഉമിനീരിന്റെ പ്രത്യേകത തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്ക് ആദ്യമായി ഇറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്തുള്ള ഉമിനീരായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പണ്ഡിതന്മാര് പറയാണ്, ഇക്കാലത്ത് അതുദ്ദേശിച്ചുകൊണ്ട് നമുക്ക് സാലിഹായി തോന്നുന്ന ഒരാളെ കൊണ്ടടുത്തിൽ കുട്ടിയെ കൊണ്ടുപോവുകയും ആ കുട്ടിക്ക് വേണ്ടി കാരക്ക അയാളുടെ വായയിലിട്ട് അയാളുടെ തുപ്പിനീരുമായി അതിനെ ചേർത്ത് കുഞ്ഞിന് കൊടുക്കുന്നത് ബറക്കത്താശിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ആർക്കും ഇന്ന് ഈ കാര്യം ചെയ്യാം. അത് കുട്ടിയുടെ ഉപ്പക്ക് ചെയ്യാം, ഉമ്മക്ക് ചെയ്യാം, ആർക്കും ചെയ്യാം. അത് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഇതിന്റെ കാരക്ക അങ്ങനെ വായിലിട്ട് ചവച്ച് അത് വായിൽ തേച്ചു കൊടുക്കാം. ഇനി അതില്ലെങ്കിലോ ആ സ്ഥാനത്ത് നിൽക്കുന്ന തേനോ മറ്റു മധുരമുള്ള മറ്റേതെങ്കിലും വസ്തുക്കളോ അങ്ങനെ കൊടുക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, മഹാനാണ്, നമുക്കറിയാം 4 മദ്ഹബിന്റെ പ്രസിദ്ധരായ ഇമാമിങ്ങളിൽ 4ാമത്തെ മദ്ഹബിന്റെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അദ്ദേഹത്തിനൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ പ്രസവം നടന്ന വേളയിൽ അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി, കാരക്ക കൊടുത്തോളൂ കുട്ടിക്ക്, കാരക്ക കൊണ്ട് തഹനീക്ക് കൊടുത്തോളൂ, അഥവാ മധുരം കൊടുത്തോളൂ എന്ന്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ സ്ഥലത്തുണ്ടായിട്ടും മറ്റൊരാളെയാണ് അത് ഏൽപ്പിക്കുന്നത്. അദ്ദേഹം മഹാനായ വ്യക്തി അവിടെ ഉണ്ടായിട്ടും അത് ഏൽപ്പിച്ചത് മറ്റൊരാളെയായിരുന്നു. അപ്പോ അത് മഹത്വം അവിടെ ഉദ്ദേശിച്ചുകൊണ്ട് വേറൊരാൾക്കത് നിർവഹിക്കുന്നതിന് വകുപ്പില്ല എന്നതിലേക്കാണ് പണ്ഡിതന്മാർ ഈ സംഭവവും രേഖയായി കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാ അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നത്, ഇത്തഫഖൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, യോജിച്ചിട്ടുണ്ട്. അലസ്തിഹ്ബാബി തഹ്നീക്കിൽ മൗലൂദി ഇൻദ വിലാദതിഹി ബിതംറിൻ, കാരക്ക കൊണ്ട് കുട്ടിക്ക് മധുരം തൊട്ട് കൊടുക്കൽ നല്ലതാണ് എന്ന വീക്ഷണം അദ്ദേഹവും എടുത്തു ഉദ്ധരിക്കുകയാണ്. ഇനി ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെ തമ്രില്ല, കാരക്കയില്ല, അതിന് സമാനമായ നിലക്ക് കുഞ്ഞിന് യാതൊരു പ്രയാസവുമില്ലാത്ത നിലക്ക് ഉപയോഗിക്കാവുന്ന നിലക്ക് അവന് ഏതെങ്കിലും രൂപത്തിലുള്ള മധുരം അവന്റെ വായിൽ തൊട്ട് തേച്ചു കൊടുക്കാവുന്നതാണ് എന്ന വീക്ഷണമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ നവജാത ശിശുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ബാങ്ക് വിളി വേണ്ടതുണ്ടോ, ഇഖാമത്ത്, ബാങ്കും ഇഖാമത്തിന്റെയും. അതുപോലെ തന്നെ രണ്ടാമത്തത് മധുരം തൊട്ടുകൊടുക്കൽ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് കിട്ടേണ്ടുന്ന അതിന്റെ ഏറ്റവും അർഹതപ്പെട്ടതാണ് അതിന്റെ അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്നത്. പ്രസവിച്ച് അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കണമെന്നാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം തന്നെയും ഉദ്ഘോഷിക്കുന്നത്. വാസ്തവത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കൈക്കുഞ്ഞിന്, അവൾ പ്രസവിച്ചിട്ടുള്ള ആ കുഞ്ഞിന് ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള തോതിലുള്ള പോഷക മൂല്യങ്ങളുടെ കലവറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീയുടെ മുലപ്പാലിലൂടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്.
ഓരോ സമയത്ത് ഒരു കുഞ്ഞിന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് യോജിക്കുന്ന നിലക്ക് ആവശ്യമായ ഘടകങ്ങളായിരിക്കും ഓരോ മണിക്കൂറും കഴിയുമ്പോൾ. ഓരോ മണിക്കൂറും പിന്നിടും തോറും അതിൻ്റെതായ പ്രത്യേകമായ സ്വഭാവങ്ങളിൽ മാറ്റം വരികയാണ് എന്നതാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെയും നമ്മോട് വിളിച്ചു പറയുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ഒരു കുഞ്ഞിന് കിട്ടേണ്ടുന്ന അവകാശമാണത്. അത് 2 കൊല്ലം വരെ പൂർണ്ണമായി കൊടുക്കാം. അത് പൂർണ്ണമായി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പറഞ്ഞ അതിന്റെ പരിധി വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. ഉമ്മമാര് അവരുടെ കൈക്കുഞ്ഞുങ്ങൾക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ സന്താനങ്ങൾക്ക് അവർ മുലയൂട്ടട്ടെ. ഹൗലൈനി കാമിലൈനി, പരിപൂർണമായ 2 വർഷം. എപ്പോ ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, മുലയൂട്ടൽ പരിപൂർണമായും നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന്റെ പരിപൂർണമായ കാലാവധി 2 വർഷമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഒരു കുഞ്ഞിന് കിട്ടേണ്ടുന്ന അവകാശമാണത്. ആ അവകാശം ഇന്ന് സൗന്ദര്യം പോകും എന്നതിന്റെ പേരിൽ മുടക്കുന്ന ആളുകളുണ്ട്. കുഞ്ഞുങ്ങളെ വേഗത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മുടക്കി കുപ്പിപ്പാലും അതുപോലെയുള്ള മറ്റ് ഫുഡുകളിലേക്കും മാത്രം ശ്രദ്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ഏറ്റവും വലിയ അനുഗ്രഹത്തെ, ഈ പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ദ്രാവകത്തെ, ഈ പാലിനെ കുഞ്ഞുങ്ങൾക്ക് തടയുന്ന ആളുകളെ ഫാഷന്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് വിവാദമായൊരു സംഭവം ഞാൻ പറയേണ്ടതില്ല. 5 ബാങ്ക് വിളി കഴിയാതെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാൻ പാടില്ലെന്ന് ഏതോ ഒരു സിദ്ധൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഒരു പിതാവ് തന്റെ ഭാര്യയെ അതിനു വേണ്ടി നിർബന്ധിക്കുകയും 5 ബാങ്ക് വിളി കഴിയുന്നതിന്റെ മുമ്പെങ്ങാനും കുഞ്ഞിന് മുലയൂട്ടിക്കഴിഞ്ഞാൽ നിന്നെ ത്വലാഖ് ചൊല്ലും എന്നിവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പോലീസുകാരും നിയമപാലകന്മാരും ബന്ധപ്പെട്ട ആളുകളും പോലും ഇടപെട്ടിട്ട് പോലും അദ്ദേഹം ഒരിക്കലും വഴങ്ങിയില്ലെന്നും തനിക്ക് മുമ്പ് പിറന്ന കുഞ്ഞിനും ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത് എന്ന് പഴയകാല ചരിത്രം കൂടി അയാൾ തെളിവ് പറയുകയാണ് ചെയ്തതെന്നും വരുമ്പോ അന്ധവിശ്വാസങ്ങൾ നാടുകളിൽ എത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നു. ആളുകളെ പലരും ദീനിന്റെ പേരിൽ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിനെ കാടത്തത്തിന്റെയും ക്രൂരതയുടെയും പര്യായമായി പലരുടെയും അബദ്ധങ്ങളുടെയും പലരുടെയും വിവരക്കേടുകളുടെയും കാരണത്താൽ സമൂഹം എത്ര തെറ്റിദ്ധരിക്കേണ്ടി വരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അവന്റെ റസൂലോ നിശ്ചയിച്ചിട്ടില്ലാത്ത നിയമങ്ങൾ ഓരോ പുരോഹിതന്മാര് കൊണ്ടുവന്ന് അവരെ വിശ്വസിക്കുന്ന മുരീദുമാർ, അവരാണ് പറയുന്നത് മുഴുവനും നേരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുക്കത്ത് നടന്ന ഈ സംഭവം മാത്രം പുറത്തു വന്നപ്പം ആലോകർ അറിഞ്ഞുവെന്നേയുള്ളൂ. ഇങ്ങനെ പുറത്തു വരാത്ത സംഭവങ്ങൾ പലയിടത്തും പലതിന്റെ പേരിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കാണ് അതിനെ കൃത്യമായി എതിർക്കാൻ അധികാരമുള്ളത്? കേരളത്തിലുള്ള സമസ്ത വിഭാഗങ്ങളൊന്നും അതിനെ പ്രതിഷേധിച്ച് കണ്ടില്ല. കാരണം എന്താണ്? അവർക്ക് അത്തരത്തിലുള്ള പല വിശ്വാസത്തിന്റെയും വക്താക്കളുടെ അടിത്തറയിന്മേലാണ് പലതും കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനെ എതിർത്താൽ മറ്റു പലതിനെയും എതിർക്കേണ്ടി വരും എന്നറിയാവുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി എവിടെ എത്തിയിട്ടില്ല. മറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം, അതിന്റെ പ്രബോധകന്മാർ ആ നാട്ടിൽ പോയി വളരെ ശക്തമായ നിലയ്ക്ക് തന്നെ ഈ അന്ധവിശ്വാസത്തിനെതിരെ, ഈ അബദ്ധധാരണക്കെതിരെ കൃത്യമായി തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നെറികേടുകൾക്കെതിരെ പ്രമാണമുദ്ധരിച്ചുകൊണ്ട് പ്രതികരിക്കുവാനുള്ള സന്മനസ് നമ്മുടെ പ്രബോധകന്മാർക്കും പണ്ഡിതന്മാർക്കും എന്നെന്നും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നിയമങ്ങളല്ലാത്ത മറ്റ് ചില നിയമങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ചില വിശ്വാസങ്ങളുടെ, ചില ആചാരങ്ങളുടെ പേരിൽ കടന്നു വരികയാണ്. പലരും അത് കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ അതിനൊന്നും ഇസ്ലാമിന്റെ പിൻബലമില്ല. അപ്പൊ ഒരു കുഞ്ഞിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഏറ്റവും പോഷകവത്തായതാണ് ആ പ്രസവം നടന്ന് അരമണിക്കൂർ കഴിയുന്നതിന്റെ ഉള്ളിലായിക്കൊണ്ട് മാതാവിന്റെ മുലപ്പാലിലൂടെ ഒരു കുഞ്ഞിന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തടയപ്പെട്ട്, അതൊക്കെ തടഞ്ഞ് അതിനൊക്കെ മറ്റു കാരണങ്ങളൊക്കെ പറയുന്ന വക്താക്കൾ അവർ ഇസ്ലാമിനെയാണ് സമൂഹത്തിന്റെ മുമ്പിൽ കരിവാരി തേക്കുന്നത് എന്ന നഗ്നമായ സത്യം അവരറിയാതെ പോവുകയാണ്. അല്ലാഹു എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക നിയമങ്ങളിൽ അടിയുറക്കുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, അതാണ് ഒരു കുഞ്ഞിന് കിട്ടേണ്ടുന്ന മറ്റൊരു അവകാശം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പേര് വിളിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പേര് വിളിക്കുന്നിടത്ത് സാധാരണയായി ആളുകൾ പറയും പേരിലെന്തിരിക്കുന്നു എന്നാണ് പലരും പറയാറുള്ളത്. വാസ്തവത്തിൽ ഇസ്ലാമിന് പേരിന്റെ കാര്യത്തിൽ കുറെ പറയാനുണ്ട്. പേരിലും ചിലതുണ്ട്. പേരിന്റെ കാര്യത്തിൽ നാമമിടുമ്പോ, പേര് വിളിക്കുമ്പോ അതിന് ചില കാര്യങ്ങൾ ഇസ്ലാം നമുക്ക് പ്രത്യേകമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ വിളിക്കപ്പെടുന്നത് അവന്റെ മാതാപിതാക്കൾ അവന് നാമകരണം നടത്തിയിട്ടുള്ള ആ നാമത്തിലൂടെയായിരിക്കും, സംശയമില്ല. ഏതു പേരാണോ വെച്ചത് ആ പേരിലൂടെയാണ് നാളെ പരലോകത്ത് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പേര് വെക്കുമ്പോ അതിന് ചില പ്രത്യേകമായ നിയമങ്ങളും അതുപോലെ തന്നെ അതിൻ്റെതായ പ്രത്യേകമായ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങൾ അവന്റെ നാമങ്ങളോട് അബ്ദ് ചേർത്തുകൊണ്ടുള്ള നാമങ്ങൾ തന്നെയാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളിൽ ആദ്യത്തെ രണ്ട് നാമങ്ങളോട് അബ്ദ് ചേർത്തുകൊണ്ടുള്ള പേരുകളാണ്. പേരുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരം എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേര്, ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ ഒന്ന് അബ്ദുല്ലാഹ്, മറ്റൊന്ന് അബ്ദുറഹ്മാൻ എന്നതാണ്. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് അതിന്റെ അബ്ദ് ചേർത്തുകൊണ്ടിടുന്ന പേരുകൾ തന്നെയാണ്. അതുപോലെ തന്നെ മഹാന്മാരായ അമ്പിയാക്കളുടെ നാമങ്ങൾ, സാലിഹീങ്ങളുടെ നാമങ്ങൾ, അതൊക്കെ നമുക്ക് അർത്ഥം ചിന്തിക്കേണ്ടതില്ലാത്തത്ര പ്രസിദ്ധമായതും അള്ളാഹു അംഗീകരിച്ചതും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അംഗീകാരം ലഭിച്ചതുമായ കാര്യങ്ങളാണ്. അപ്പോ പേര് എന്തിരിക്കുന്നു എന്ന് നമ്മൾ പറയാതെ പേരിടുമ്പോ ഇന്ന് വാസ്തവത്തിൽ അതൊന്നുമല്ല ആളുകൾ ചിന്തിക്കുന്നത്. പേരിടുമ്പോ ചിന്തിക്കേണ്ടത് എന്താണ്? വിളിക്കാൻ എളുപ്പമുള്ള, എഴുതാൻ എളുപ്പമുള്ള, പറയാൻ എളുപ്പമുള്ള, അഭിസംബോധന ചെയ്യപ്പെടാൻ എളുപ്പമുള്ള, അർത്ഥത്തിൽ വൈകല്യമില്ലാത്ത പേരുകളായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത്. കാരണം ഒരാൾക്ക് പേര് വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അയാളുടെ ആജീവനാന്ത കാലം അയാൾ അറിയപ്പെടേണ്ട നാമമാണത്. എല്ലാ കാലത്തും അയാൾക്ക് അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. പണ്ടൊക്കെ ഇട്ട പേരുകൾ കാരണത്താൽ പലപ്പോഴും ആളുകൾക്ക് മാറ്റം വരുത്തേണ്ടി വരാറുണ്ട്. പല പേരുകൾ അർത്ഥങ്ങൾ ഉണ്ടാവില്ല, അതിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. അങ്ങനെ തലമുറകളായി കൈമാറി പല നല്ല നല്ല പേരുകൾ പോലും വികലമാക്കപ്പെടാറുണ്ട്. ഇസ്ഹാക്ക് പോയി ചേക്കായി മാറാറുണ്ട്, അല്ലേ? ഇസ്ഹാക്കിനെ കൊണ്ടുപോയിട്ടാണ് ചേക്കായി മാറാറുള്ളത്. ചേക്കുട്ടിയൊക്കെ പറയുന്നത് ഇസ്ഹാക്കാണ്, മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ്. അങ്ങനെയുള്ള പല രൂപത്തിലും നല്ല നല്ല പേരുകൾ പോലെ തന്നെ അഹമ്മദൊക്കെ അമ്മദായി മാറുന്നു. അങ്ങനെയുള്ള പല രൂപത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമാകാറുണ്ട്. വാസ്തവത്തിൽ നല്ല പേരുകൾ തെരഞ്ഞെടുക്കുക, നല്ല അർത്ഥവും ആശയവും ഉള്ളത് തെരഞ്ഞെടുക്കുക. ഇന്നതൊന്നുമില്ല. ഇന്ന് ആളുകൾ ഒരു ഒച്ച ഉണ്ടാക്കലാണ്, എന്നിട്ട് അതിനർത്ഥം ചോദിക്കും ഓരോരുത്തരെ വിളിച്ചിട്ട്. ഒരൊച്ച അവര് കണ്ടെത്തും. വാപ്പന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, ഉമ്മന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം രണ്ടും കൂടി ചേർത്തിട്ടൊരു പേരാ എല്ലാവർക്കും വേണ്ടത്. അതിനെന്താ അർത്ഥം എന്നൊന്നും ചിന്തിക്കുന്നില്ല. ആദ്യത്തെ അക്ഷരം പിതാവിൻ്റെതില്, രണ്ടാമത്തെ അക്ഷരം ഉമ്മാൻ്റെത്, അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കും. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, തെരഞ്ഞു നോക്കും, എന്താ അതിന്റെ അർത്ഥം. എവിടെ അർത്ഥം കിട്ടാനാ? അതിനൊരു അർത്ഥം ഉണ്ടാവുമോ? ഒരർത്ഥം ഉണ്ടാവില്ല. കുറേ പേരുകൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ടതാണ്. എന്നാ പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടറിനോട് തന്നെ അർത്ഥം ചോദിച്ചാലെന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം എന്താ വെച്ചാൽ അറബി ഭാഷയായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല, യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എത്രയെത്ര നല്ല പേരുകളുണ്ട്, എത്രയെത്ര പേരുകളുണ്ട് അർത്ഥമുള്ളത്. പിന്നെ എന്തിന് അനർത്ഥത്തിലേക്ക് പോകുന്നു? എന്താ ഒന്ന് ചിന്തിച്ചാൽ, അങ്ങനെ അർത്ഥമുള്ള, ആശയമുള്ള, തകരാറില്ലാത്ത ഇസ്ലാമിന്റെ പ്രവാചകന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ളതാണെങ്കിൽ പിന്നെ അർത്ഥം പോലും ചിന്തിക്കേണ്ടതില്ല. ഓരോ നബിമാരുടെ പേരിടുമ്പോ നമ്മളിപ്പോ ഇതിന്റെയൊക്കെ അർത്ഥം നോക്കാറുണ്ടോ? കാരണം എന്താ? അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് നമുക്ക് അംഗീകാരം കിട്ടിയ പേരുകളാണ്, അല്ലാഹു തആല അംഗീകരിച്ച പേരുകളാണ്. അതുപോലെ തന്നെ സഹാബിമാരുടെ നാമങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനർത്ഥങ്ങളുള്ള പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂല് നിലനിർത്തിയ പേരുകളൊക്കെ നമുക്കും ഇന്ന് ഉപയോഗിക്കാം, അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും. അപ്പൊ അർത്ഥമുള്ളത്, എഴുതാൻ എളുപ്പമുള്ളത്, വിളിക്കാൻ പ്രയാസമില്ലാത്തത്, ആളുകൾക്ക് മുമ്പിൽ ഒരിക്കലും അയാളൊരു അവഹേളനത്തിന് വിധേയമാകാത്തത്, അത്തരത്തിലുള്ള പേരുകളായിരിക്കണം പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ തെരഞ്ഞെടുക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പല പേരുകളും മാറ്റിയിട്ടുണ്ട്.
അങ്ങനെ മാറ്റുവാനുള്ള ചില കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ നാമങ്ങളോട് അബ്ദുകൾ ചേർത്തവയാണ്. അതുപോലെ തന്നെ അമ്പിയാക്കളുടെ നാമങ്ങള്, സഹാബത്തിന്റെ നാമങ്ങള്, സ്ത്രീകൾക്കാണെങ്കിൽ സഹാബ വനിതകളുടെ നാമങ്ങള് അതൊക്കെ ഇടാം. എന്നാൽ ശിർക്കിന്റെ അർത്ഥം ദ്യോതിപ്പിക്കുന്ന അല്ലാഹുവല്ലാത്തവരിലേക്ക് അബ്ദ് ചേർത്ത് കൊണ്ടിടുന്ന നാമങ്ങൾ ഒരിക്കലും ഇടരുത്. അബ്ദുർ റസൂൽ, അബ്ദുൻ നബി എന്നൊക്കെ ഇടുന്ന ശിയാക്കളുണ്ട്. അബ്ദുർ റസൂൽ ഇടുന്നവരുണ്ട്, അബ്ദു ഹുസൈൻ ഇടുന്നവരുണ്ട്, അബ്ദുൻ നബി ഇടുന്നവരുണ്ട്. അങ്ങനെ ആ രൂപത്തിലൊക്കെയുള്ള പേരുകൾ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അബ്ദുല്ലാത്ത് എന്ന പേരുണ്ടായിരുന്നു, അബ്ദുൽ ഉസ്സ ഉണ്ടായിരുന്നു, അബ്ദുൽ ഉസ്സ എന്നറിയപ്പെട്ടിരുന്നു, അബ്ദുൽ ഹാരിസ്. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതൊന്നും നമുക്കിടാൻ പറ്റിയതല്ല. അബ്ദു മനാഫ് പാപ്പാടെ പേരാറിന്റെ കാര്യമില്ല. അബ്ദുൽ മുത്തലിബ് പാപ്പാടെ പേരാറിന്റെ കാര്യമില്ല. ഇടാൻ പറ്റിയതല്ല. കാരണം മുത്തലിബിന്റെ അടിമ, മുത്തലിബ് എന്ന് അള്ളാഹ്ക്ക് ഒരു പേരുണ്ടോ? അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേരില്ലല്ലോ. മനാഫ്, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേരുണ്ടോ? അതൊരു വിഗ്രഹത്തിന്റെ പേരാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. പണ്ടിട്ടതല്ലേ, മാറ്റണം. അതൊക്കെ മാറ്റിമറിക്കണം. കാരണം അള്ളാഹുവിന്റെ നാമങ്ങളിലേക്കല്ലാതെ അബ്ദ് ചേർത്തുകൊണ്ട് പറയരുത്. ഇന്നയാളുടെ അടിമ അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമ അബ്ദുറഹ്മാൻ, റഹ്മാന്റെ അടിമ എന്ന് പറയുമ്പോ അബ്ദു മനാഫ്, മനാഫിന്റെ അടിമ എന്നല്ലേ? അത് നമുക്ക് പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള അർത്ഥങ്ങൾ ദ്യോതിപ്പിക്കുന്ന നാമങ്ങളൊന്നും വിളിക്കാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പേരുകളൊക്കെ ഒഴിവാക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ നിർബന്ധം ചെലുത്തിയിട്ടൊട്ടില്ലതാനും. ഒഴിവാക്കലാ നല്ലത്. ചില പ്രത്യേകമായ ചില പേരുകൾ, അഫ്ലഹ്, നാഫിഅ് എന്നുള്ള ചില പേരുകളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയങ്ങ് അതിനെ വിരോധിച്ചിട്ടില്ലെങ്കിലും ഒഴിവാക്കലാ നല്ലത് എന്നാ പറഞ്ഞത്. അഫ്ലഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വിജയിച്ചവനാണ്. അതിന് പണ്ഡിതന്മാർ കാരണം പറയണ്. ഒരാൾ വന്നിട്ട് അവിടെ അഫ്ലഹ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയില്ല. ആള് സ്ഥലത്തില്ലെങ്കിൽ അഫ്ലഹ് ഉണ്ടോ ചോദിക്കുമ്പോ ഇല്ല. അപ്പൊ വിജയിച്ചവൻ വീട്ടിലില്ല എന്നല്ലേ നമ്മളാ പറയുന്നത്. അപ്പൊ അതിനൊക്കെ കാരണമായി തീരുന്ന അത്തരത്തിലുള്ള നാമങ്ങൾ ഒഴിവാക്കലാണ് ഉചിതം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടൊന്നുമില്ല. അത്തരം പേരുകളെ ഇടൽ നിഷിദ്ധമൊന്നുമല്ല. നേരത്തെ പറഞ്ഞതുപോലെ അനഭിലഷണീയം, കറാഹത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഹറാം അല്ല എന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ടുന്ന, അറിയേണ്ടുന്ന ഈ വിഷയത്തിൽ ധാരാളമായി സംശയത്തിന് ഇടമുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് പേര് വിളിക്കേണ്ട ദിവസമുണ്ടോ? അത് ജനിച്ച ദിവസം തന്നെ വിളിക്കാമോ? അതോ 7ന്റെ അന്നാണോ വേണ്ടത്? അതോ 2-ാം ദിവസമോ 3-ാം ദിവസമോ 5-ാം ദിവസമോ മറ്റേതെങ്കിലും ദിവസങ്ങളിലോ നടത്താമോ? ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഈ വിഷയകമായിട്ടൊരു പ്രത്യേക നിയമങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. എപ്പോഴും നാമകരണം നടത്താം. ഒരു വിശാലമായ ആ വിഷയത്തിൽ ഒരു വിശാലമായ വീക്ഷണമാണ് ആ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞ് ജനിച്ച ദിവസം തന്നെ പേര് വിളിച്ചതുണ്ട്, 7ന്റെ അന്ന് പേര് വിളിച്ചതുമുണ്ട്. അതുകൊണ്ട് തന്നെ ജനിച്ച ദിവസം തന്നെ പേര് വിളിക്കാം, വിരോധമൊന്നുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സഹിൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്, മുൻദിർ ഇബ്നു അബീ ഉസൈദ് എന്ന് പറയുന്ന കുട്ടിയെ അദ്ദേഹം പ്രസവിക്കപ്പെട്ട വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പ്രവാചകൻ ആ കുഞ്ഞിനെ തന്റെ കാൽത്തുടയിൽ ഇങ്ങനെ വെച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറ്റേതോ തിരക്കിൽപ്പെട്ടപ്പോ പ്രവാചകൻ വേറെ കാര്യത്തിൽ ശ്രദ്ധിച്ചപ്പോ കുട്ടിയുടെ ബാപ്പ പ്രവാചകന്റെ കാലിൽ നിന്ന് കുഞ്ഞിനങ്ങിട്ട് എടുത്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, കുട്ടി എവിടെയെന്ന് ചോദിച്ചു. എവിടെയാണ് കുഞ്ഞ് എന്ന് ചോദിച്ചു. അപ്പൊ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കാണിച്ചു കൊടുത്തപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്താ അവന് പേര് വെച്ചത്? അപ്പോ അബൂ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു എന്ന പിതാവ് പറഞ്ഞു കൊടുത്തു, ഫുലാൻ, ഇന്ന പേരാണ് വെച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അവന്റെ പേര് മുൻദിർ എന്നാക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാപ്പ വെച്ച പേര് മാറ്റിയിട്ട് മുൻദിർ എന്ന നാമകരണം നടത്തി. ഇത് പ്രസവിച്ച ദിവസം തന്നെയാണ്. അതിന്റെ 1-ാമത്തെ ദിവസം തന്നെയാണത്. അതുപോലെ തന്നെ മഹദിയായ ഉമ്മു സുലൈമ് അനസിന്റെ അടുക്കൽ കുഞ്ഞിനെ കൊടുത്തയച്ചല്ലോ, പ്രസവിച്ചപ്പോ നേരത്തെ പറഞ്ഞ സംഭവം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ഉമ്മു സുലൈമ് ബീവി ഉണ്ടായ ഒരു ചരിത്രത്തിലെ സംഭവങ്ങൾക്ക് ശേഷം പിന്നീടുണ്ടായ കുഞ്ഞിനെ കൊടുത്തത്.
ആ ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹയുടെ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും വസമ്മാഹു അബ്ദുല്ലാ എന്ന് അന്നത്തെ ദിവസം നാമകരണം ചെയ്തു. അപ്പൊ പ്രസവിച്ച അന്ന് തന്നെ ഒന്നാമത്തെ ദിവസം തന്നെ പേര് വിളിക്കാം. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു തആല അൻഹു തന്നെയും പറയുന്നുണ്ട്, എനിക്കൊരു കുട്ടി ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഞാൻ പോയി. അള്ളാഹിന്റെ റസൂല് അതിന് എന്ത് ചെയ്തു? അല്ല, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. അള്ളാഹിന്റെ റസൂൽ എന്താ പറഞ്ഞത്? എനിക്ക് തന്നെയും ഉലിദലിയൽ ലൈല ഗുലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്, എനിക്ക് തന്നെയും ഒരു സന്താനമുണ്ടായി, ആൺകുട്ടി ഉണ്ടായി. ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, എന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരാണ് ഞാൻ അതിനെ വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇബ്രാഹിം എന്നൊരു ആൺകുട്ടി ഉണ്ടായല്ലോ. പക്ഷേ ആ കുഞ്ഞ് അധികകാലം ജീവിച്ചില്ല. പ്രവാചകന് ആൺകുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായ കുട്ടികളൊക്കെ ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു തആല അൻഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജനിച്ച സന്താനമായിരുന്നു ഇബ്രാഹിം എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ ആൺകുട്ടി. അതുപോലെ തന്നെ സമുറത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, എല്ലാ കുട്ടികൾക്കും അവരുടെ അഖീഖയുമായി കടപ്പെട്ടവരാണ്. ആ കുട്ടിക്ക് വേണ്ടി അറുക്കണം 7ന്റെ അന്ന്. അതുപോലെ തന്നെ മുടി നീക്കണം, പേര് വിളിക്കുകയും ചെയ്യണം. അവിടെ 7ന്റെ ദിവസമാണ് പറഞ്ഞത്, 7ാമത്തെ നാളാണ് പറഞ്ഞത്. അപ്പൊ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ 7ാമത്തെ ദിവസവും 1ാമത്തെ ദിവസവും അതിന്റെ ഇടയ്ക്കുള്ള ദിവസവുമൊക്കെ പേര് വിളിച്ചതായി കാണാമെന്നുള്ളതുകൊണ്ട് ഇന്ന ദിവസമേ പേര് വിളിക്കാവൂ എന്ന ഒരു നിയമമില്ല. ജനിച്ച ദിവസമോ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ 7ന്റെ അന്നോ ഒക്കെ പേര് വിളിക്കാവുന്നതാണ് എന്ന് ഈ വിഷയകമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആർക്കാണ് പേര് തീരുമാനിക്കാൻ അധികാരം? ചിലപ്പോൾ അത് പ്രശ്നത്തിന് ഇടയാവാറുണ്ട്. വാസ്തവത്തിൽ കുട്ടിയുടെ പിതാവിന് തന്നെയാണ് അതിന്റെ പരമാധികാരം. പേര് തീരുമാനിക്കാനുള്ള ഏറ്റവും വലിയ അധികാരത്തിൽ തർക്കം വന്നാൽ, ഭാര്യയ്ക്ക് തർക്കായി, ഭർത്താവിന് തർക്കായി, ഉപ്പാപ്പാക്കൊരു അഭിപ്രായം, ഉമ്മാമാക്കൊരു അഭിപ്രായം, വേറുള്ളവർക്കൊരു അഭിപ്രായം, ഇങ്ങനെ പലർക്കും അഭിപ്രായം വന്നാൽ ആരുടെ തീരുമാനത്തിനാണ് അന്തിമമായി വിധി കൽപ്പിക്കാനുള്ള അധികാരമുള്ളത്? അത് ബാപ്പന്റെ തന്നെയാണ്. കാരണം അയാളുടെ കുട്ടിയാണ്. അയാളുടെ പേരിലേക്കാണ് പേര് ചേർക്കുക. ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാളുടെ മകൻ ഇന്നയാൾ എന്ന് പറയുമ്പോൾ ഉമ്മയിലേക്കല്ല ചേർത്ത് പറയാ, ബാപ്പയിലേക്കാണ് ചേർത്ത് പറയാ. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് അധികാരമുള്ളത്. എന്നാൽ പണ്ഡിതന്മാര് പറയാണ്, ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു സമാധാനം നിലനിർത്തുവാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലാക്കിൻ തുസ്തഹബ്ബ് മുശാവറത്തുൽ ഉമ്മി, ഉമ്മയോട് മുശാവറ നടത്തണം. കുട്ടിയെ പ്രസവിച്ച ഉമ്മയോട് അഥവാ ഭർത്താവ് തന്റെ ഭാര്യയോട് തത്യീബൽ ലിന്നുഫൂസ് വതഅലീഫൽ ലിൽഖുലൂബ് ഒക്കെ പണ്ഡിതന്മാര് നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അഥവാ കുടുംബാംഗങ്ങൾക്കിടയിൽ മാനസികമായൊരു ഇണക്കവും ഒക്കെ ഉണ്ടാവാൻ ആ നിലക്കുള്ള ഒരു മുശാവറ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഭാര്യയോട്, തന്റെ കുഞ്ഞിന് നമ്മളെന്താ പേരിടേണ്ടത്, എന്താ നിന്റെ അഭിപ്രായം, അവളോടൊരു മുശാവറ നടത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ഹിയല്ലത്തി ഹമലത്ത്, അവളാണല്ലോ ഗർഭം ചുമന്നത്, അവളാണല്ലോ പ്രയാസപ്പെട്ടത്. അവളോടൊരു മുശാവറയും നടത്താതെ ഒരു അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാതൊരാളുടെ അഭിപ്രായത്തിനോ മുശാവറക്കോ നിൽക്കാതെ പെട്ടെന്നൊരു പേരിട്ട് കഴിയുമ്പോൾ അതൊരു പ്രയാസമുണ്ടാകും. അതുപോലെ തന്നെ വീട്ടിൽ കാത്തിരിക്കുകയാണ് വല്യപ്പ ഒരു പേരക്കുട്ടി വരുന്നത്, വല്യമ്മ ഒരു പേരക്കുട്ടിയുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവർക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പൊ അവരോടൊക്കെ മുശാവറ നടത്തി എല്ലാവരും കൂടി ഇട്ടൊരു പേരാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് ഒരു മുശാവറ ആ രംഗത്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ നല്ലൊരു ഇണക്കവും മാനസിക പൊരുത്തവും ഒരു സമാധാനവും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. അധികാരം എനിക്കാന്ന് വിചാരിച്ച് ഞാൻ ആരോടും ഒന്നും മിണ്ടില്ല, ഞാനാണ് പേരിടുമ്പോൾ അവരാണ് കേട്ടാൽ മതി, അത് ഞാനാണ് വിളിക്കും, എന്താ പേര് കണ്ടിച്ച് ഞാൻ നോയിക്കോളാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാനാണ് വിളിക്കുമ്പോൾ നിങ്ങളാണ് അംഗീകരിച്ചാൽ മതി, അതൊക്കെ പറയാൻ പാടില്ല. അതിനേക്കാണൊക്കെ അപ്പുറം കുടുംബത്തിൽ എല്ലാവരോടും ഞാൻ മുശാവറ നടത്തിയിട്ടുണ്ട്. ഇത് എല്ലാവരും കൂടെ കണ്ടെത്തിയ ഒരു പേരാണെന്ന് വരുന്ന നിലക്കുള്ള മുശാവറകളും ചർച്ചകളുമൊക്കെയാണ് നല്ലൊരു ശാന്തമായ കുടുംബാന്തരീക്ഷത്തിന് യോജിക്കുന്നത് എന്നും ആ വിഷയത്തിൽ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഹൽഖുർ റഅസ്, തലമുണ്ടനം ചെയ്യുക, മുടിമുണ്ടനം ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. 7ാമത്തെ ദിവസം നവജാത ശിശുവിന്റെ മുടി നീക്കം ചെയ്യുക. ഇനി 7ന് തന്നെ സാധിച്ചിട്ടില്ലെങ്കിലോ, ഹദീസുകളിൽ തെളിവില്ലെങ്കിലും ചില പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളിൽ, ചില സഹാബിമാരിൽ ചിലർക്കൊക്കെ അങ്ങനെ അഭിപ്രായമുണ്ട്. 7ന് സാധിച്ചില്ലെങ്കിൽ പിന്നെ
14-നാവാം 21-നാകാം. ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ലെങ്കിലും ചില സഹാബിമാരിൽ നിന്നുള്ള റിപ്പോർട്ടിൽ അഭിപ്രായ പ്രകാരം 7 സാധ്യമായില്ലെങ്കിൽ 14, 21. അത് കഴിഞ്ഞാലോ പിന്നെ പ്രത്യേകതയൊന്നുമില്ല, ഏത് ദിവസങ്ങളിലും ആവാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. അങ്ങനെ മുടി നീക്കുമ്പോൾ അതുപോലെ തന്നെ അഖീഖ അറുക്കുക എന്നുള്ളതും ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ചുകൊണ്ട് ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി ദാനം ചെയ്യുക എന്നുള്ളതിനും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മുടി നീക്കിയപ്പോൾ, അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ മുടി നീക്കിയപ്പോൾ ഫതസദ്ദഖത് ബിസിനതിഹി ഫില്ലഹ്, അവരുടെ രണ്ടാളുടെയും മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി ദാനം ചെയ്യുകയുണ്ടായി എന്ന്. അതുകൊണ്ട് സ്വർണം ദാനം ചെയ്യുക എന്നുള്ളത് പറയപ്പെടാറുണ്ടെങ്കിലും ആ വിഷയത്തിൽ പ്രബലതയില്ല എന്നും അല്പമെങ്കിലും പ്രബലതയുള്ളത് വെള്ളി ദാനം ചെയ്തതിന്റെ കാര്യത്തിലുള്ള സംഭവം റിപ്പോർട്ടാണ് എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഖീഖ എന്ന് പറയുന്ന സമ്പ്രദായം, ആളുകൾ ചിലപ്പോൾ നവജാത ശിശുവിന് വേണ്ടി അറുക്കുന്നതിനും പറയും ഉളുഹ അറുക്കുക എന്നറിയും, ഉളുഹ അറുക്കുക എന്നറിയും, അങ്ങനെയൊക്കെ പറയാനും കൂടി ശരിക്കും പലപ്പോഴും നമ്മളെ മുസ്ലിമീങ്ങൾക്ക് അറിയൂല. അതൊക്കെ സങ്കടമാണ്. ഉദുഹിയ്യത്ത് എന്ന് പറയാൻ പോലും അറിയൂല. പിന്നെ ഹക്കീക്ക അർക്ക എന്നൊക്കെ പറയാം. ഹക്കീക്കയല്ല, ഹ അല്ല, അഖീഖയാണ്, അഖീഖത്ത് എന്നാണ്. അതൊക്കെ നമ്മൾ ഖുർആൻ ഓരുന്ന മുസ്ലിമീങ്ങളെങ്കിലും നമ്മുടേതായ ഇബാദത്തുകളുടെ, നമ്മുടേതായ ഇസ്ലാമിലുള്ള ആചാരങ്ങളുടെ പേരുകളെങ്കിലും അത് കൃത്യമായി പറയാനും മൊഴിയാനും ഒക്കെ നമ്മൾ പഠിക്കണം. ഉദുഹിയ്യത്ത് അങ്ങനെ തന്നെ പറയാൻ അറിയണം. അഖീഖ എന്ന് പറയുന്നത് ഹക്കീക്ക അല്ല, അക്കീക്കർക്കല്ല. മലയാളത്തിൽ അക്കീക്ക എന്നായത്. അപ്പൊ അതേപോലെ പറയും നമ്മൾ. അതൊന്നും അല്ല വേണ്ടത്, നമ്മൾ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോ പറയട്ടെ, അഖീഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കുഞ്ഞും ജനിച്ചു കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅൽ ഗുലാമി അഖീഖതുഹു, ഏതൊരു കുട്ടിയാണെങ്കിലും ആ കുട്ടിയോടൊന്നിച്ച് അതിന്റെ അഖീഖ, ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ രക്തം ചിന്തണം, അഥവാ ഒരു മൃഗത്തെ അറുക്കണം. മാത്രമല്ല വാമീതു വൻഹുൽ അദാ, ആ കുഞ്ഞിന്റെ തലയിലുള്ള മുടി നീക്കം ചെയ്യുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് 7ന്റെ അന്നാണ് അതിന്റെ പ്രത്യേകത. മാത്രമല്ല അത് എത്രയാണ് ഓരോരുത്തർക്കും, ഒരാൺകുട്ടിയാണെങ്കിൽ അനിൽ ഗുലാമി ഷാത്താനി മുകാഫഅത്താനി, യോജിച്ച 2 ആടുകൾ, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. ആൺകുട്ടിയാണെങ്കിൽ 2 സുന്നത്തുണ്ട്, പെൺകുട്ടിയാണെങ്കിൽ 1 മതി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖഅനിൽ ഹസനി വൽ ഹുസൈനി കബ്ശൻ, ഓരോ ആടിനെ വീതം മറുത്തു എന്നാണ്. ഹസനും ഹുസൈനും വേണ്ടി ഓരോ ആടിനെ വീതം മറുത്തു. എന്നാൽ വേറെ ചില റിപ്പോർട്ടിലുള്ളത് ബി കബ്ശൈനി എന്നാണ്. ഈ 2 ആടുകളെ, 2 ആൺകുട്ടികളാണല്ലോ, ഈ 2 ആടുകളെ. അപ്പോ പണ്ഡിതന്മാർ ഈ കബ്ശൻ എന്നുള്ളതിന് തന്നെ ഓരോരുത്തർക്കും വേണ്ടി ഈ 2 മറുത്തു എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ആൺകുട്ടിയാണെങ്കിൽ 2 ആവാം, ഇനി 1 മതി. പെൺകുഞ്ഞാണെങ്കിൽ 1 മതി, ആൺകുട്ടിയാണെങ്കിൽ 2 ഏറ്റവും ഉത്തമം, ഇനി 1 മതി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കഴിവുള്ളവരോടൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത് അഖീഖ അറുക്കൽ ഒഴിവാക്കരുത്, കഴിവുള്ള ആളുകൾക്ക് അത് നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിർബന്ധമെന്ന് അഭിപ്രായപ്പെട്ടവർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൽപ്പിച്ചു എന്നുള്ള ഹദീസിന്റെ വെളിച്ചത്തിൽ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി എന്നാണ് അതിന് തെളിവായി കൊണ്ട് പറഞ്ഞത്. അപ്പം നിർബന്ധമാണെന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്തായിരുന്നാലും അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ ഇത് ആളുകൾക്ക് അറിയുക പോലുമില്ല. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അഖീഖ അറുക്കണം എന്നുള്ളത് അറിയാത്ത എത്രയോ ആളുകളുണ്ട്. ആദ്യമായി കേൾക്കുന്ന ആളുകളുണ്ട്. ചില ജില്ലക്കാരായ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു സംഭവം തന്നെ അറിയില്ല. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇങ്ങനെ ഒരു അറവ് നടത്തുന്ന സമ്പ്രദായം പോലും ചില പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തത്ര ഇസ്ലാമിനെ കുറിച്ച് അജ്ഞരായ ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് മാറ്റം വന്നു. എന്നാലും ഇതൊക്കെ അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി അങ്ങനെ ഒരു അറവ് നടത്തുക എന്നുള്ളത് ഇസ്ലാം വളരെ പുണ്യകരമായ സംഗതിയായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് എങ്ങനത്തെ മൃഗത്തെയാണ് അറുക്കേണ്ടത്, ആ വിഷയത്തിൽ ഉലൂഹിയത്തിന്റെ അതേ നിയമം തന്നെയാകുന്നു എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ ലാ യജൂസു ഫിൽ അഖീഖ,
അഖീഖയിൽ ജായിസല്ല ഇല്ലാ മാ യജൂസു ഫിൽ അളാഹി മിനൽ അസ്വാജി സമാനിയ. ഉലൂഹിയത്ത് അറുക്കാൻ ഉപയോഗപ്പെടുത്തുന്ന മൃഗങ്ങളല്ലാത്തതൊന്നും അഖീഖ അറുക്കാനും പറ്റൂല. കോയിനെ അറുത്തിട്ട് കാര്യമില്ല, നമ്മൾ കോയിനെ ഉലൂഹിയത്ത് അറുക്കാറില്ലല്ലോ. അതുപോലെ തന്നെ അഖീഖയും കോയിനെ അറുത്താ പോരാ, അതിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഉലൂഹിയത്തിൽ പരിഗണിക്കപ്പെടുന്ന ആ നിയമങ്ങളൊക്കെയുണ്ട്. മാത്രമല്ല ഉലൂഹിയത്തിൽ പരിഗണിക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് എന്തൊക്കെ നിയമങ്ങളാ പറഞ്ഞത്? ആ മൃഗത്തിന്റെ വയസ്സ്, അതുപോലെ തന്നെ അതിന്റെ മുടന്തുണ്ടാവരുത്, കണ്ണ് കാണാത്തതാവരുത്, ചെവി കീറിയവരാകരുത്, കൊമ്പ് പൊട്ടിയവരാകരുത്, മജ്ജയും മാംസവുമൊക്കെ നശിച്ചുപോയ ചാവാളിയായതിനെ അറുക്കാൻ കൊണ്ടുപോകാൻ പാടില്ല, അത് അറുത്തു കഴിഞ്ഞാൽ അതിന്റെ മാംസം വിൽപ്പന നടത്തരുത്, സദക്ക ചെയ്യാണ് വേണ്ടത്. ഇതൊക്കെയും ഇതിലും ബാധകമാണ്. ഒന്നും വിൽപ്പന നടത്താൻ പാടില്ല. ഉലൂഹിയത്തിന്റെ അതേ നിയമങ്ങൾ തന്നെ അഖീഖക്കും എന്നാണ് പണ്ഡിതന്മാരിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, എന്നാൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആടിനെ മാത്രമേ അറുത്തിട്ടുള്ളൂ എന്നുള്ളത് കാരണത്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. അഖീഖ അറുക്കുമ്പോൾ ആടല്ലാത്ത മൃഗത്തെ അറുക്കാൻ പാടില്ല എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാരും ഉണ്ട്. യാതൊരു സംശയവുമില്ല, ഏറ്റവും ശ്രേഷ്ഠമായത് ആടിനെ അറുക്കലാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് ആടിനെ അറുക്കലാണ്. എന്നാൽ നമ്മുടെയൊക്കെ നാടുകളിൽ ആളുകൾ ചിന്തിക്കാറുള്ളത് എന്താണ്? ഒരാടിനെ അറുത്ത് ആർക്കാ കൊടുക്കാണ്ടാവുക? ഒരാടിനെ അറുത്ത് എത്ര കുടുംബങ്ങളുണ്ട്, എല്ലാവർക്കും ഇപ്പൊ ഇത് കൊടുക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യും? ഒരു മൂരിക്കുട്ടനെയോ ഇങ്ങനെയൊക്കെ അറുത്ത അത് കുറച്ച് സൗകര്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാലോ എന്നാണ് വിചാരിക്കുക. അപ്പൊ ഉത്തമത്തിനെതിരായി മാത്രമേ ഉള്ളൂ, അനുവദനീയം തന്നെയാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയാണ് അത് ജായിസാവൂല എന്ന് തന്നെ പറയുന്നവരുണ്ട്. അത് ഖിലാഫ് സുന്നയാണ്, സുന്നത്തിന് എതിരാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ചില റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്, ഒട്ടകത്തെ അറുത്ത വേറെയും ആളുകളുണ്ട് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊക്കെ മുമ്പ് കാലം മുതലേ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. എന്തായിരുന്നാലും ചർച്ചകൾക്കൊടുവിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെയൊക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആടാകുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ആടല്ലാത്ത മറ്റൊന്നിനെ ഒരാൾ അറുക്കുകയാണെങ്കിൽ തന്നെ ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫലാ യസിഹുൽ ഇശ്തിറാകു ഫീഹാ, അതിൽ ഷെയർ ചേരാൻ പാടില്ല. ആടിനെയല്ല അറുക്കുന്നത്, മാടിനെയാണ്. ഇപ്പൊ ഒരാൾക്ക് 2 കുട്ടികളുണ്ടായി, ഇരട്ടക്കുട്ടികൾ, അപ്പൊ 2 വേണ്ടി ഒരു മുരിനറുക്കുക. അതുപോലെ തന്നെ വീട്ടില് പ്രസവിച്ച അന്ന് തന്നെ പിറ്റേന്ന് ഇളയമാടമോൻ പ്രസവിച്ച്, മറ്റേയാൾ ഇന്നാൾ പ്രസവിച്ച്, ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറ്റോടത്തും കുട്ടികൾ, 6-7 കുട്ടികളുണ്ട് കുടുംബത്തിൽ. 7 ആൾക്കും കൂടി വേണ്ടിയിട്ട് ഉലൂഹിയത്തിൽ അങ്ങനെയുള്ളോ, 7 ആൾക്ക് വരെ മൃഗത്തിൽ ഷെയർ ചേരാലോ. അപ്പൊ 7 കുട്ടികൾക്ക് വേണ്ടി അയലോക്കത്തൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഇപ്പുറത്തൊന്നുണ്ട്, ഇങ്ങനെ ഒരു 6-7 കുട്ടികളുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു 7 കുട്ടികൾക്ക് വേണ്ടി ഷെയർ സ്വീകരിച്ചുകൊണ്ട് ഒരു മൂരിക്കുട്ടനെ നമ്മളാണ്ട് അറുത്താലോ? പറ്റൂല. ഇതിലങ്ങനെ ഷെയറിങ്ങിന് സമ്പ്രദായം ഇല്ല. ഓരോരുത്തർക്ക് വേണ്ടി ഓരോന്ന്, ഓരോ കുഞ്ഞിനു വേണ്ടി ഓരോ അറവ്, ഓരോരുത്തരുടെ പേരിൽ തന്നെ ഓരോ അറവ്, അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിൽ അങ്ങനത്തെ സമ്പ്രദായം പാടില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ മൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ ഈ മൃഗത്തിന്റെ ചോരയെടുത്ത് കുഞ്ഞിന്റെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്. പണ്ടൊക്കെ ആചാരങ്ങളെ ഇസ്ലാം ഒഴിവാക്കിയെന്നും നിരോധിച്ചുവെന്നും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം. മഹാനായ ബുറൈദ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കുന്നാ ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ, അഥവാ ഇസ്ലാം വരുന്നതിന്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ പതിവായിരുന്നു, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ആട്ടിനെ അറുത്തിട്ട് ആ ആടിന്റെ രക്തം കൊണ്ട് കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ തേച്ചു കൊടുക്കാറുണ്ട്. ഫലമ്മാ ജാ അൽ ഇസ്ലാം, ഇസ്ലാം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? കുന്നാനദബഹു ശാത്തൻ, പിന്നെ ഞങ്ങൾ ആട്ടിനെ ഇറക്കും, കുഞ്ഞിന്റെ തലമുടി നീക്കും, എന്നിട്ട് അതിൽ ഞങ്ങൾ സഅഫറാനാണ് തേച്ചു കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ ഒരു തീബ്, സുഗന്ധം തേച്ചു കൊടുക്കുക. മുടിയൊക്കെ നീക്കി കഴിഞ്ഞിട്ട് പണ്ട് വരി ഈ ചോര പുരട്ടിയുന്നതിന് പകരം ഇങ്ങനെ ഇസ്ലാം വന്നതിന് ശേഷം ഞങ്ങൾ സഅഫറാൻ, കുങ്കുമം, അതുപോലെ തന്നെ നല്ല തീബ്, നല്ല രൂപത്തിലുള്ള തീബ് പുരട്ടാനാണ് കൽപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ കാണാം, അവര് പറയുന്നുണ്ട്, ജാഹിലിയ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മൃഗത്തിന്റെ ബ്ലഡ് ഒരു തുണിയിലാക്കിയിട്ട് അത് കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ പൊത്തിക്കൊടുക്കാറുണ്ടായിരുന്നു, അറക്കപ്പെട്ട ഈ മൃഗത്തിന്റെ ചോര, ബ്ലഡ്. ഫഅമറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ, അൻ യജഅല മകാനദ്ദനി ഖലൂഖാ, ബ്ലഡ് പുരട്ടിക്കൊടുക്കുന്നതിന്റെ സ്ഥാനത്ത്
ഖലൂഖ് പുരട്ടി കൊടുക്കാനാണ് കൽപ്പിച്ചത്. എന്താ ഖലൂഖ് എന്ന് പറഞ്ഞ അത്തീബ്, സുഗന്ധം. അങ്ങനെ തീബ് പുരട്ടലായിരുന്നു പിന്നെ ഞങ്ങളുടെ പതിവ് എന്ന് അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളിൽ കാണാം. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ അഖീഖ അറുത്ത് കഴിഞ്ഞാൽ അത് പാകം ചെയ്തിട്ട് ഭക്ഷണമായിട്ട് കൊടുക്കാം, മാംസമായിട്ട് വിതരണം ചെയ്യാം. ഈ എല്ലാം കൂടെ അറുത്തു, ഒരാടിനെ അറുത്തു, അവിടെ തന്നെ വെച്ച് വീട്ടിൽ വെച്ച് തന്നെ പാകം ചെയ്തു, കുറെ ആളുകളെ വിളിച്ച് അവിടെ നിന്നാണ് സദ്യ കൊടുത്തു. അതായാലും മതി, വേവിച്ചു കൊടുക്കുക. പലപ്പോഴും ചിലപ്പോൾ അതായിരിക്കും ഉപകാരം ഉണ്ടാവുക. ആളുകൾക്ക് വന്ന് കഴിച്ചാൽ മതിയല്ലോ, വേറൊന്നും പിന്നെ ചിന്തിക്കണ്ടല്ലോ. മറ്റേ നമ്മൾ മാംസം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മസാല ചിന്തിക്കണം, എണ്ണ ചിന്തിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കണം. ഇതല്ല, ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അതും നല്ലത്. എന്തും ആവാം, ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഇനി ആർക്കും കൊടുക്കാൻ അവർ കുടുംബങ്ങൾ ഒന്നിച്ചാണ് കഴിച്ചു എന്ന് വിചാരിക്കുക, എന്നാലും തെറ്റില്ല. ഇനി കുറച്ച് കഴിച്ചു, കുറച്ച് ഹദിയ കൊടുത്തു, എന്നാലും തിരക്കേടില്ല. അവർ തീരെ കഴിച്ചില്ല, കംപ്ലീറ്റ് സദക്ക ചെയ്തു, എന്നാലും കുഴപ്പമില്ല. ഈ വിഷയത്തിൽ ആ നിലക്കുള്ള പ്രത്യേകമായ കണിശമായ നിബന്ധനകളൊന്നും ഇല്ല. എന്നാൽ അല്പം അവനവൻ കഴിക്കുകയും അതുപോലെ തന്നെ ധർമ്മം ചെയ്യുകയും ഹദിയ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് ആ രീതികളിൽ ഏറ്റവും ഉത്തമം എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു അഅലം. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ട്. ഗർഭം 4 മാസം വയറ്റിൽ ഗർഭം തികഞ്ഞതിന്റെ ശേഷം 5-ാമത്തെ മാസം അബോർഷനായി, അല്ലെങ്കിൽ 6-ാമത്തെ മാസമൊക്കെ പ്രസവിച്ചു പോന്നു, ചാപ്പിള്ളയായി, അല്ലെങ്കിൽ പ്രായം തികഞ്ഞിട്ട് തന്നെ ഒരു കുഞ്ഞു ജനിച്ചു, പക്ഷേ ജീവനില്ലാതെയാണ് ജനിച്ചത്. ഇനി അതല്ലെങ്കിൽ ജനിച്ചതിന്റെ പിറ്റേന്നോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴോ കുട്ടി മരണപ്പെട്ടു എങ്കിൽ പണ്ഡിതന്മാർ പറയുകയാണ്, ഓരോ കുട്ടിക്കും അഖീഖ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിക്കും നമുക്ക് പേര് വിളിക്കാം, ഈ മരിച്ച കുട്ടിക്കും എന്ത് ചെയ്യാം, പേര് വിളിക്കാം. ആ കുട്ടിയുടെ പേരിലും എന്തറുക്കാം, അഖീഖ അറുക്കാവുന്നതാണ് എന്ന് ആ വിഷയത്തിൽ ആധുനിക പണ്ഡിതന്മാരും പൂർവികരായ ആളുകളുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം, വാപ്പ അറുത്തിട്ടില്ല, ഇനി നമുക്ക് വേണ്ടി അറുക്കാൻ പറ്റുമോ? സ്വയം അയാൾക്ക് വേണ്ടി തന്നെ അഖീഖ അറുക്കാമോ? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു ഒരാളെക്കുറിച്ച്. എന്താണ് ചോദിക്കപ്പെട്ടത്? അയാളോട് അയാളുടെ പിതാവ് പറഞ്ഞു, മോനെ, നിനക്ക് വേണ്ടി എനിക്ക് അഖീഖ അറുക്കാൻ സാധിച്ചിട്ടില്ല, നിനക്ക് വേണ്ടി ഞാൻ അഖീഖ അറുത്തിട്ടില്ല, എങ്കിൽ അയാൾ തനിക്ക് വേണ്ടി സ്വയം അഖീഖ അറുക്കാമോ? അതിന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞത്, ദാലിക അലൽ അബി, അത് ബാപ്പയുടെ ബാധ്യതയാണ്, ഇയാൾക്ക് ആ ബാധ്യതയില്ല. എന്നാൽ അത് നല്ലതായി പറയുന്നുണ്ട്. ഒരാളുടെ മാതാപിതാക്കൾ, തന്റെ പിതാവ് തനിക്ക് വേണ്ടി അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനത് വെറുക്കപ്പെട്ട കാര്യമായി കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പിതാവിന് കഴിയാത്തത് കൊണ്ടാണ് ചെയ്തത്. പിന്നീട് കഴിഞ്ഞാലോ എങ്കിൽ അത് ചെയ്തുകൂടെ? അദ്ദേഹം പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെ, എന്നാൽ അതിനൊരു തീർപ്പ് കൃത്യമായി അത് വേണം എന്നൊരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. ചെയ്യുകയാണെങ്കിൽ വിരോധമല്ല എന്ന നിലക്കാണ് അദ്ദേഹം ആ വിഷയത്തിൽ സംസാരിച്ചത് എന്നും നമുക്ക് ഇവിഷയകമായി ചർച്ച ചെയ്തിട്ടുള്ള ചർച്ചകളിൽ കാണുവാൻ സാധിക്കും. ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നവജാത ശിശുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും എപ്പോഴും ആളുകൾക്കിടയിൽ നിന്ന് ഉയർന്നു കേൾക്കാറുള്ള സംശയങ്ങളായി കേൾക്കപ്പെടാറുള്ളതും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാൻ എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ശാന്തവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നൊരു കുടുംബാന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.